നമസ്കാരം. ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. 6 വരിയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ദേശീയപാത 66-ൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോയ്ക്കും പ്രവേശനമില്ല. കാൽനട യാത്രികർക്ക് പ്രവേശനമില്ലാത്ത പാതയിൽ ട്രക്കുകളും ഓടിക്കാൻ അനുമതിയില്ല. ഇത് വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകൾ ദേശീയപാതയിലെ എൻട്രികളിൽ സ്ഥാപിച്ചു തുടങ്ങി. ബൈക്കുകൾക്ക് അനുമതിയില്ലെന്നും സർവീസ് റോഡുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇരുചക്ര വാഹനം ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ 6 വരിപ്പാതയിലെ ഏറ്റവും ഇടത്തെ ലൈനിലൂടെ അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. 6 വരിയിൽ ഇരുവശത്തും 3 വരി വീതമാണല്ലോ. ഇതിൽ ഒന്നാമത്തെ ലൈൻ, അതായത് ഏറ്റവും ഇടതുവശത്തുള്ള ലൈൻ, ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ്. ചരക്ക് ലോറികൾ, ട്രക്കുകൾ, മറ്റു ഭാരമുള്ള വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനിലൂടെയാണ് പോകേണ്ടത്. നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി. നടുവിലെ ഈ ലൈനിലൂടെ ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ടുന്ന വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം. ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം. ഇനി നമുക്ക് പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6 വരിപ്പാതയിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് കടക്കാനും പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എൻട്രിയിലൂടെ അകത്ത് കടക്കാൻ മാത്രമേ സാധിക്കൂ. അതുപോലെ എക്സിറ്റ് പോയിന്റിലൂടെ പുറത്തു കടക്കാനും മാത്രമേ സാധിക്കൂ. ഈ ലൈനിലൂടെയാണ് ആളുകൾ അതിക്രമിച്ച് കടക്കാൻ ഏറെ സാധ്യതയുള്ളത്. ഇത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ വളരെ കർക്കശമായി പാലിച്ച് വാഹനം കൊണ്ട് മുമ്പോട്ട് ഓടിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. NH-66 ദേശീയപാതയുടെ വർക്കുകൾ ഏകദേശം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ക്യാമറ സ്ഥാപിക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. എന്നിരുന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഈ റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം ഏറ്റവും നന്നായിട്ട് ആളുകൾക്ക് ഡ്രൈവ് ചെയ്യേണ്ട സുരക്ഷിതമായ നിയമങ്ങളും അതുപോലെ തന്നെ ട്രാഫിക് റൂളുകളെല്ലാം തന്നെ, സൈൻ ബോർഡുകളെല്ലാം തന്നെ റോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഈ നിയമങ്ങൾ അനുസരിച്ച് വേണം വാഹനം ഓടിക്കുവാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ട്രാഫിക് സംവിധാനങ്ങളായിരിക്കും NH-66 ഉണ്ടാകുക. ഒരു കാരണവശാലും ഓട്ടോറിക്ഷ, ബൈക്കുകൾ, അതുപോലെ തന്നെ ബസ്സുകൾ ഒന്നും തന്നെ ഈ റോഡിലേക്ക് അനുവദിക്കുന്നതായിരിക്കില്ല. അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വൻ തുക പിഴ ഈടാക്കേണ്ടതായി വരും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു പോർട്ടൽ സംവിധാനം ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ റോഡുകളിൽ ട്രാഫിക് ജാം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്ക് വലിയ തുക, അതുപോലെ ഈ NH-66 വരുന്ന ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്കും വലിയ തുക പിഴ ഈടാക്കേണ്ടതായി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഇതരവശത്തെ റോഡിലെ നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ക്യാമറകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഒരു പരിധി വരെയും കുറയുന്നതായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണിയെല്ലാം പൂർത്തിയാക്കുന്നതായിരിക്കും. ഈ എക്സിറ്റ് പോയിന്റുകളിലെല്ലാം സ്റ്റമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇവിടെയെല്ലാം ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്യും. ഈ പോയിന്റിലൂടെ അകത്തേക്ക് കടക്കേണ്ടത് പുറത്തേക്ക് കിടക്കുകയും പുറത്തേക്ക് കിടക്കേണ്ടത് അകത്തേക്ക് കിടക്കുകയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് വൻ തുക പിഴ ഈടാക്കുന്നതായിരിക്കും എന്നോർത്തുകൊള്ളുക. 6 വരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ആളുകളും നിരവധിയാണ്. പ്രധാനമായും ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വാഹനം ഓടിക്കുവാൻ എന്നുള്ളതാണ്. ലൈൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകൾ കൃത്യമായും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. വേഗത കൂടുതലായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മാർക്ക് നോക്കി പുറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകുവാൻ. ചെറിയൊരു അശ്രദ്ധ പോലും
വലിയ അപകടങ്ങൾക്ക് കാരണമാകും. റോഡുകളിലെ നിയമങ്ങൾ കറക്റ്റായി പാലിച്ച് വാഹനം ഓടിച്ചില്ല എങ്കിൽ വലിയ ആക്സിഡന്റുകൾ തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകും. ഒരു വാഹനത്തിന് മാത്രമല്ല കേടുപാടുകൾ സംഭവിക്കുക. വലിയ റോഡായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വലിയ ആക്സിഡന്റുകൾ, അതും വലിയ തോതിൽ തന്നെ നടക്കുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. എല്ലാ റോഡുകളിലും കൃത്യമായും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതുപോലെ വലിയ വാഹനങ്ങൾ പോകേണ്ട സ്ഥലത്ത് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങൾ പോകേണ്ട സ്ഥാനത്ത് സ്പീഡ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്ന ആ ലൈനൊക്കെ കൃത്യമായി വീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതാണ് NH 66